ഹായ് ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഈവനിങ് വിസിറ്റിന് വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അന്നേരം അവരെ കൊണ്ട് നമ്മളൊരു ബീച്ചിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു പാർക്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതുവരെ കാണാത്തൊരു ഷോപ്പിംഗ് സെൻറ്ററിൽ ജസ്റ്റ് അവിടെ എന്താണെന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മളിന്നൊരു ഈവനിങ് വിസിറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ ആദ്യം പോകുന്നത് ഒരു ചെറിയ ഷോപ്പിംഗ് സെൻറ്ററിലാണ്. പിന്നീട് നമ്മൾ ഇവിടെയുള്ളൊരു നമ്മളിവിടെ അടുത്തുള്ളൊരു പാർക്കിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പൂക്കളും കുറച്ച് ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കാണാം പല വെറൈറ്റീസ് ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള പൂക്കളൊക്കെ അതവർ കാണുന്നുണ്ട്. അതൊക്കെ കണ്ട് പിന്നെ അവിടുത്തെ ഒരു ഈവനിങ് കുറച്ച് കളികളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് അവരവിടെ നിന്ന് അങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചത് ഇപ്പം തണുപ്പൊക്കെ കുറഞ്ഞല്ലോ, അപ്പോൾ അത് കാരണം ഓക്കെ ആയിരിക്കും എന്ന് കരുതിയിട്ട് സ്വെറ്റർ എടുത്തില്ല. അപ്പോൾ അത് കാരണം നമ്മളങ്ങ് പുറത്തോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന് കുറച്ചും കൂടെ ഈവനിങ്ങിലേക്ക് ആയപ്പം നന്നായിട്ട് കാറ്റടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പനി പിടിക്കുമെന്നുള്ളൊരു ചിന്ത കാരണം നമ്മളപ്പോൾ അവിടെ നിന്ന് വിടാൻ പോവുകയാണ്. ഇപ്പം നമ്മളവിടുത്തെ പൂക്കളും ഒക്കെ കണ്ട് അങ്ങനെ പോരുന്നു. പിന്നെയാണെങ്കിൽ അവിടെ ഇപ്പം ഈദ് വരുവാണല്ലോ, ഇപ്പം നമ്മുടെ നോയമ്പൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ഒരുക്കി വയ്ക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പാർക്കിൽ നടക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ അവരെന്തൊക്കെ എടുക്കുകയാണ് പാർക്കിലെന്ന്. പൂ പറിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവർ പൂവിലൊക്കെ തൊട്ടും അതും ഇതുമൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട്. എല്ലാ വർഷവും ഇങ്ങനെ ഈ പാർക്കിൽ നല്ല ഭംഗിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യും. അപ്പം നല്ല രസമാണ്, നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ അനങ്ങുന്നതും അത് പല കളറുകളൊക്കെ ആണല്ലേ. അപ്പം എല്ലാവർക്കും ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെയാണ്. അടുത്ത് നമ്മൾ പോകുന്ന ബീച്ചിലോട്ടാണ്. ബീച്ചെന്ന് പറയാനായിട്ടില്ല, ഇത് നമ്മൾ താമസിക്കുന്നതിൻ്റെ പുറകിൽ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അമിറ്റി ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ബീച്ച്. ഇതൊരു ഡെവലപ്പിംഗ് ബീച്ച് ഏരിയയാണ്. അവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ പതിയെ അവർ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ്. ഇതിനു മുമ്പ് ഞങ്ങളിവിടെ പോയിട്ടുണ്ട് കേട്ടോ. അധികം തിരക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ തന്നെയാണ് നമ്മുടെ സേഫ്റ്റിയുടെ ഉത്തരവാദിത്തം. നമുക്ക് നീന്താനൊന്നും പറ്റത്തില്ല, ജസ്റ്റ് കാലൊക്കെ ഒന്ന് നനയ്ക്കാം. അവിടെ നീന്താനോ ഇറങ്ങാനോ ഒന്നുമുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതിങ്ങനെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ബീച്ച് സൈഡിൽ കൂടെ തന്നെ നമുക്ക് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകാം. ഒരു സൈഡിൽ ബീച്ച്, പിന്നെ അതിൻ്റെ മറ്റേ സൈഡിൽ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് വണ്ടി നിർത്തി ഇറങ്ങി നിൽക്കാനും കാണാനും ഒക്കെ പറ്റും. അപ്പോൾ ഞങ്ങളവിടെ നിന്നു. അവർ കുറച്ച് നേരം അവിടുത്തെ അതിൽ കൂടെയൊക്കെ നടന്നു. പിന്നെ വെള്ളത്തിലിറക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട് അവർക്ക്, വെള്ളത്തിലിറങ്ങാൻ പറ്റുന്നില്ലാത്തതിൻ്റെ. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്കത് പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ അങ്ങനെ കല്ലിട്ടിട്ട് കടലിലേക്ക് കുറച്ചിങ്ങനെ ഇറക്കിയിട്ടുള്ളൊരു ഇത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ 1-2 പേരൊക്കെ നിന്ന് മീൻ പിടിക്കാനുള്ള സെറ്റപ്പൊക്കെയാണ്. പക്ഷെ ഭയങ്കര കാറ്റായതുകൊണ്ട് ഒന്നും നടക്കണില്ല. ഞങ്ങളപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കാരണം ഇവർക്ക് മീൻ പിടിക്കണം, ചൂണ്ടയിടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം നമ്മൾ അതിനുള്ള ഇതും കൂടെ കണ്ടെത്തി. താങ്ക്സ് ഫോർ വാച്ചിങ് യൂട്യൂബ് ചാനൽ. താങ്ക് യു.